ഹായ് ഗൈസ്, അപ്പോൾ എങ്ങനെ ഫൈനൽ കട്ട് പ്രോയിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് തന്നെ ഫൈനൽ കട്ട് പ്രോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫൈനൽ കട്ട് പ്രോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫയൽസിൽ പോവുക. ഫയൽസിൽ ന്യൂ എടുക്കുക. ന്യൂല് ലൈബ്രറിയാണ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലൈബ്രറി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫയൽ മൊത്തമായിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു പ്ലേസ് കൊടുക്കുക, എവിടെ ഒരു ലൊക്കേഷൻ കൊടുക്കുക. നമ്മളിവിടെ മൂവീസിലാണ്, ഡൗൺലോഡ്സ് മൂവീസിലാണ് നമ്മൾ ലൊക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ഒരു ഫയൽ നെയിം കൊടുക്കുക, ഡെമോ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലൈബ്രറി ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ആ ലൈബ്രറി ഡെമോ എന്ന് പറഞ്ഞിട്ട് ആ ലൈബ്രറി വന്നിട്ടുണ്ട്. ആ ലൈബ്രറിൻ്റെ അകത്ത് 2-3 ഫോൾഡർ കാണാം. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇത് പേരൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളെ റോ ഫുട്ടേജസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇനി പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെമോന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണാൻ പറ്റും. ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രൊജക്റ്റ് കൊടുത്താൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നമുക്ക് വീഡിയോ പ്രൊജക്റ്റിന് പേര് കൊടുക്കാം. ഡെമോ എന്ന് കൊടുത്തു. പിന്നെ ഇവന്റ് ജസ്റ്റ് എന്തെങ്കിലും ഡേറ്റ് ആണ് വരുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് വെർട്ടിക്കൽ വേണോ, ഏത് ആസ്പെക്ട് റേഷ്യോയിൽ വേണോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. വെർട്ടിക്കൽ ആയിട്ട് വേണോ, സ്ക്വയർ ആയിട്ട് വേണോ, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണോ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വെർട്ടിക്കൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെർട്ടിക്കൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെസൊല്യൂഷൻ ചൂസ് ചെയ്യാം. ഫുൾ HD വേണോ അതോ 4K വേണോ. ഇവിടെ 4K കൊടുത്തു. പിന്നെ ഫ്രെയിം റേറ്റ് 60 കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഇതാണ് പ്രൊജക്റ്റ് ഫയൽ. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചിടാം. ജസ്റ്റ് വീഡിയോ നമുക്ക് ഇവിടുന്ന് വലിച്ചെടുത്തിടാം. അപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ടാവും. എന്നാണ് ആ വീഡിയോ. നമുക്ക് കുറേ വീഡിയോസ് വലിച്ചിടാം. പിന്നെ മ്യൂസിക് വേണമെങ്കിൽ മ്യൂസിക്, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാം. ഇനി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഡിറ്റ് ചെയ്യാം.